ഹലോ. ഞാൻ വെളിയിലൊക്കെ പോയി ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണിച്ചിട്ടുണ്ട്. വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫും സെൽഫ് കെയർ ഡേയുമാണ്. കാണാം. ഞാൻ എണ്ണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ടി വിയിൽ സോങ്സ് കേട്ടോണ്ട് എന്നിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ടായിരിക്കും താഴോട്ട് പോകുന്നത്. ഞാനിങ്ങനെയൊക്കെ ആണോ എന്ന് ചിന്തിക്കുക ഒരു കാര്യമില്ല. അതോ ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. പക്ഷേ ഡെയിലി ഞാനിങ്ങനെയാണ്. ഞാൻ രാവിലെ എണ്ണീറ്റ് ബെഡൊക്കെ വിരിച്ചിട്ട് ഞാൻ ടി വി ഓണാക്കി ബ്രഷ് ചെയ്തിട്ടായിരിക്കും താഴോട്ട് പോകുന്നത് ഫുഡ് കഴിക്കാൻ. പക്ഷേ ഞാൻ താമസിച്ച് എണ്ണിക്കത്തുള്ളൂ. ഞാൻ എത്ര അലാറം വെച്ചാലും എനിക്ക് നേരത്തെ എണ്ണിക്കാൻ പറ്റത്തില്ല. 8 മണിക്ക് അലാറം വെച്ചതായിരുന്നു. ഇന്നലെ രാത്രി 8 മണിക്ക് അലാറം വെച്ചതാണ് എണ്ണിക്കാൻ. പക്ഷേ എണ്ണീറ്റത് 10 മണിയായി. അലാറം ഓഫ് ചെയ്തിട്ട് പിന്നെ കിടന്നുറങ്ങി. ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് വെള്ളമാണ് കുടിക്കുന്നത്. നോർമൽ വാട്ടർ. ഞാനത് ശീലിച്ചു പോയി. ഞാനൊരു 10 വയസ്സ് തൊട്ടേ ഞാൻ ശീലിച്ചതാണ്. പണ്ട് ഞാൻ കേട്ടതെങ്ങാണ്ട് രാവിലെ എണീക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഞാൻ അന്ന് തൊട്ട് കൊച്ചിലെ രാവിലെ അന്നൊക്കെ ഞാൻ 6 മണിക്ക് എണീക്കുമായിരുന്നു. 6 മണിക്ക് അന്ന് ഞാൻ രാവിലെ എണീക്കുമ്പോൾ ആദ്യം ബ്രഷ് ചെയ്തിട്ട് വെള്ളം കുടിക്കത്തുള്ളൂ. അങ്ങനെ ശീലിച്ച് ഇപ്പം എനിക്ക് വെള്ളം കുടിക്കാതെ വേറെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദ്ദിക്കും. വരത്തില്ല. സോ നമുക്ക് വെള്ളം കുടിക്കാം. ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബോറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്കറിയില്ല. ഞാൻ ഓക്കെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞായിരിക്കും ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. എൻ്റെ റൂമിൻ്റെ വെളിയിൽ ഞാൻ ഒരു ഫ്രെയിമും ഒരു ചെടിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫ്രെയിം. ചെടിയാണെങ്കിൽ വാടിപ്പോയി. വെള്ളം ഒഴിച്ചെന്നിട്ടും വാടിപ്പോയി. ഞാൻ താഴേക്ക് പോകണിന് ഞാൻ പുട്ടും പഴവുമാണ് കഴിച്ചത്. അതും കഴിച്ചുകൊണ്ട് ഞാൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നു. നമ്മളിപ്പം ഫുഡ് കഴിച്ചു. ഇനി ഹെയർ ഓയിൽ വരണം. ഞാൻ ഹെയറിൽ ഓയിൽ പരട്ടി ഒരു 2-2.5 മണിക്കൂറെങ്കിലും തലയിൽ വെക്കും. എന്നിട്ടാണ് കുളിക്കുന്നത്. അപ്പം ഇനിയിപ്പം കുറേ ജോലികളുണ്ട്. അതിന് മുന്നേ ഹെയർ ഓയിൽ പരട്ടിയിട്ടൊക്കെ. അപ്പം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ ടൈം അങ്ങനെ പോയി കിട്ടും. അതുകൊണ്ട് ഇനി ഹെയർ ഓയിൽ പറ്റാം. നമുക്ക് ഹെയറിൽ പരട്ടാൻ ആവശ്യത്തിനുള്ള ഓയിൽ എടുത്തു. ഇതെന്താണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ അറിയാമായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. ഇത് ആവണക്കെണ്ണയെന്ന് പറയും. നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്നൊരു സാധനമാണിത്. ഈ എണ്ണ ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഹെയർ ഓയിലിനകത്ത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഹെയറിൽ പുരട്ടും. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പുരട്ടുമ്പം രണ്ടും കൂടെ മിക്സ് ചെയ്ത് പുരട്ടുമ്പം നമുക്ക് മുടിക്ക് നല്ല കട്ടി കിട്ടും. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. രണ്ടും മിക്സ് ചെയ്യണം. എന്നാലേ കാര്യമുള്ളൂ. കാണാൻ പറ്റില്ലായിരിക്കും. ഞാൻ തലയിൽ ഫുൾ എണ്ണ വരട്ടി, സ്കാൽപ്പിലും മുടിയിലും വരട്ടി നല്ല രീതിക്ക്. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഞാൻ മസാജ് ചെയ്തിട്ടായിരിക്കും 2 മണിക്കൂർ വെക്കുന്നത്. ഇവിടെ ഫുൾ മസാജ് ചെയ്തു. ഞാൻ മുടി കെട്ടി വെക്കാൻ പോകണം. പിന്നെ ബാക്കി കുറേ ജോലികളുണ്ട് ചെയ്യാൻ. മുടി അഴിച്ചിട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ഇതാണിപ്പോൾ എൻ്റെ റൂമിൻ്റെ കോലം. ഇതെനിക്ക് ഞാൻ ഒരു 1 വീക്കായി ക്ലീൻ ചെയ്തിട്ട് അതിന് ക്ലീൻ ചെയ്യാൻ പോവാണ്. అది కూడా ఫెస్టివల్
ഓഫർ ചെയ്തിരുന്നു. കയ്യിൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം, നെയിൽ കട്ട് ചെയ്യാനുണ്ട്. Your strength too. That's why it's protein. കയ്യിലെപ്പോഴും പോയി. ഇനി നമുക്ക് നെയിൽ കട്ട് ചെയ്യാം. നെയിൽ കട്ട് ചെയ്തു. ഇനി കുറച്ച് ഫേസിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഫേസിൽ ഓയിൽ വെച്ച് മസാജ് ചെയ്യാം. ഞാൻ ബേബി ഓയിലാണ് എടുക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും മസാജ് ചെയ്യാം. 5 മിനിറ്റ് ആവും. ഫേസിലൊക്കെ മസാജ് ചെയ്തു. ഇനി നമുക്ക് കുളിക്കാം. ഞാൻ ആദ്യം എടുത്ത ഡ്രസ്സല്ല ഇട്ടത്, ഇത് വേറെ ഡ്രസ്സാണ് ഇട്ടത്. മുടി ഉണക്കാൻ റൂമിൻ്റെ വെളിയിൽ നമ്മൾ വേറൊരു ചെടി കൊണ്ടുവച്ചു. ഉച്ചത്തേക്കുള്ള ചോറ് കഴിക്കാനുള്ള വിശപ്പായി. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മ ഇന്നുണ്ടാക്കിയൊരു സ്പെഷ്യൽ സ്നാക്ക് തന്നത്. ഇവിടെ ഇപ്പം നല്ല മഴക്കോളുണ്ട്. ഒരു മഴ കഴിഞ്ഞിട്ടിരിക്കും. ഇപ്പം ഇതാണ് എൻ്റെ റൂമിൻ്റെ വെളിയിലുള്ള ചെടികൾ. ഇപ്പം ഞാൻ കറലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണിത്, മാനിഫെസ്റ്റ്. I don't know exactly what's coming, but it's beyond my control. All the agencies are handling things their own. നൈറ്റിലെ ഫുഡ് അമ്മ ദോശ ഉണ്ടാക്കിയത്, പക്ഷെ എനിക്ക് മാഗി മതിയായിരുന്നു. എൻ്റെ മൈൻഡിൽ മാഗി കഴിക്കാൻ തോന്നി. ഇനി എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഫസ്റ്റ് ഞാൻ മുടി കെട്ടി വെക്കാൻ പോവാം. മുഖം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സിറം 10% വൈറ്റമിൻ സി സിറമാണ്. ഇനി എന്താ മോയ്സ്ചറൈസർ വരട്ടാം. എനിക്ക് മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ഒരു ടെക്സ്ചറും എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതാകുമ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട്. സാധാരണ നമ്മൾ ഇരിക്കുന്നത് തിരിയല്ല, ഇതാകുമ്പോൾ ഒത്തിരി ഉണ്ട്, പെട്ടെന്ന് തീരില്ല. ഇനി നമുക്ക് ഫേസ് മസാജ് ഇനി ലിപ് ബാമും ഇടണം. അപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്, ബൈ.